കൊല്ലം കൊട്ടിയത്ത് ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനം. ബൈക്കിലെത്തിയ മൂന്നംഗ സംഘമാണ് ആംബുലൻസ് ആക്രമിച്ച് ഡ്രൈവറെ മർദ്ദിച്ചത്. പത്തനാപുരം സ്വദേശി ബിപിൻ ബാലനാണ് പരിക്കേറ്റത്. പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രാത്രിയിൽ രോഗിയുമായി കൊട്ടിയം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഈ ആക്രമണം. ഇങ്ങനെ തടഞ്ഞിട്ടിരിക്കുന്ന ഈ ആംബുലൻസിൽ ഒരു മനുഷ്യജീവനുണ്ട്. ആ മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി പത്തനാപുരത്ത് നിന്ന് കൊട്ടിയത്തേക്കുള്ള യാത്രയിലായിരുന്നു ആംബുലൻസ് ഡ്രൈവർ. ആ സമയത്താണ് 3 യുവാക്കൾ ചേർന്ന് ആ ആംബുലൻസ് തടഞ്ഞിരുന്നത്. അതിനുള്ളിൽ ഒരു രോഗിയുണ്ട് എന്ന് പോലും പരിഗണിക്കാത്ത ഒരു പ്രവൃത്തിയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ആംബുലൻസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ യുവാക്കൾ ഈ ആംബുലൻസിന് മുന്നിൽ ബൈക്കിൽ പോവുകയായിരുന്നു. ആ ബൈക്ക് അവിടെ നിന്ന് മാറ്റാൻ പലതവണ ഹോൺ മുഴക്കിയിട്ടും ബൈക്ക് മാറ്റാൻ വേണ്ടി ഈ യുവാക്കൾ തയ്യാറായില്ല. തുടർച്ചയായി ഹോൺ മുഴക്കിയത് യുവാക്കളെ പ്രകോപിപ്പിച്ചു. അതോടുകൂടി ഈ വാഹനം തടയുകയും ആംബുലൻസ് തടയുകയും യുവാക്കൾ പുറത്തേക്ക് ഇറങ്ങി വരികയുമായിരുന്നു. ആംബുലൻസ് തടഞ്ഞു നിർത്തിയ യുവാക്കൾ നേരെ എത്തിയത് ഡ്രൈവറുടെ ക്യാബിന് സമീപത്തേക്കാണ്. ഡ്രൈവറെ അസഭ്യം പറഞ്ഞു. അതിനുശേഷം അതിന്റെ മിറർ തല്ലിപ്പൊട്ടിച്ചു. പിന്നീട് ഡോർ തുറന്ന് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഞങ്ങൾ സൈറൻ വിട്ട് എമർജൻസി ആയിട്ട് വരുമായിരുന്നു. ഞങ്ങളുടെ ആംബുലൻസ് തടയുകയും അതിനൊക്കെ ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്തു. ഡോർ തുറന്ന് ഡ്രൈവറിനെ അടിക്കുകയൊക്കെ ചെയ്ത് ഗ്ലാസ് തല്ലി തകർത്ത്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എമർജൻസി ആയിട്ട് ഞങ്ങൾ രോഗിയെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കട്ടെ, നിങ്ങൾ എന്താ കാണിക്കണം എന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് പോലും അത് വകവയ്ക്കാതെ അവർ ഡ്രൈവറിനെ ശരിക്കും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഏറെ നേരം പ്രദേശത്ത് പരിഭ്രാന്തി ഉണ്ടാക്കിയ ശേഷമാണ് യുവാക്കൾ മാറിയത്. അതായത് നാട്ടുകാർ ഇടപെട്ട ശേഷമാണ് യുവാക്കൾ അവിടുന്ന് പിന്മാറാൻ തയ്യാറായത്. എന്തിൻ്റെ പേരിലായാലും, ഏത് തർക്കത്തിൻ്റെ പേരിലായാലും, എന്ത് പ്രശ്നത്തിൻ്റെ പേരിലായാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഒട്ടും ന്യായീകരിക്കാൻ സാധിക്കില്ല. കാര്യം അതൊരു ആംബുലൻസ് ആണ്, അതിലൊരു രോഗിയുണ്ട്. ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ആംബുലൻസ് ഡ്രൈവർ തുടർച്ചയായും ഹോൺ മുഴക്കിയത്. ഹോൺ മുഴക്കിയത് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അത് വേണമെങ്കിൽ പോലീസിൽ പരാതി പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതൊന്നും പരിഗണിക്കാതെ നേരെ വന്ന് ഒരാളെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്തുതന്നെയായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ സംഭവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ആംബുലൻസ് ഡ്രൈവർമാർ.